ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചെറിയൊരു വ്ളോഗിക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം, എൻ്റെ സിയമോള് എക്സാമിന് പോകാൻ തുടങ്ങാം കേട്ടോ. പോയതാണ് ഇപ്പോൾ ഛർദ്ദിച്ചിട്ട് ഇങ്ങോട്ട് ഞാൻ നിൽക്കുന്നത്. രാത്രി എന്തോ ഭക്ഷണം ഉരുളക്കിഴങ്ങൊക്കെ പൊരിച്ചവൾ ചോറുന്ന് അത് പറ്റിയിട്ടില്ല. അതൊക്കെ അങ്ങനെ ഛർദ്ദിച്ചു. ഒക്കെ കുളി മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് ഇങ്ങോട്ട് നിൽക്കുക. അപ്പം ഞാൻ ഇവിടെ കിടക്കേന്ന് കേട്ടോ. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഛർദ്ദിച്ചും മാണ്ട് വന്നപ്പോൾ നീച്ചതാണ്. അപ്പോൾ പോയതാണ്. എന്നിട്ട് പാൻറ്റൊക്കെ കഴിക്കണമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെയും പോവാ കേട്ടോ. കുഞ്ഞാവേ അവളുമ്പാടെ പോയിന്ന്, മോനും മോളുമ്പാടെ പോയിന്ന്. അവൻ കണ്ടിട്ട് തന്നെ അല്ല തോന്നുന്നു ഇവള് പോകുന്നത്. പിന്നെ സ്കൂൾ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിരിക്കണു. ഒരു 2 മിനിറ്റ് കൊണ്ടാണ്ട് എത്തുക. വളവാണ്ട് കഴിഞ്ഞ് സ്കൂളായിട്ടോ. അപ്പോൾ അവൾ പോകുമ്പോൾ ഞാനൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയാ. ഞങ്ങളൊന്നും തിന്നിട്ടില്ല. എന്തോ വയറ്റിൻ്റെ ഉള്ളിൽ സുഖമില്ല, ഛർദ്ദിക്കാൻ വരികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നേരം വെളുത്തിട്ട് എന്നിട്ട് ഒരപ്പം എന്തോ തിന്നു തോന്നി. അപ്പാണ് കടി ഉണ്ടാക്കി രാവിലെ. ഒരപ്പം എന്തോ തിന്നു തോന്നുന്നു. വയറിന് സുഖമില്ലാന്ന്, ഗ്യാസ് കഴിക്കാറുള്ളൂ. അങ്ങനെ പൊരിച്ച് തിന്നിട്ടേ. അപ്പോൾ അവളോട് പറഞ്ഞത് തിന്നണ്ട. അവൾക്ക് അത് മതി, ഉരുളക്കിഴങ്ങ് മതി. അപ്പോൾ ആ പോണു റോട്ടോ തലക്കെ കൂടെ പൊറ്റക്ക പോണു. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. രണ്ടാളും പാടെ പോകുമ്പോൾ ഒരു സമാധാനമല്ലേ. അപ്പോൾ അവളോട് തിരിഞ്ഞപ്പോണ്ട് അങ്ങോട്ട് പോന്നിട്ടോ. അപ്പോൾ എന്താ വെയിൽ. മേലക്കൊക്കെ നോക്കുമ്പോഴേ ഈ മുളയൊക്കെ വെച്ചതിൻ്റെ മേലെ ഡാർപ്പായൊക്കെ കിട്ടിയെടുത്ത് എന്ത് വെയിലാച്ചിട്ടാ. കണ്ണിൽ നോക്കുമ്പോൾ കണ്ണ് ഇതാക. മക്കൾക്ക് പിന്നെ സ്കൂളിൽ എടുത്താൽ കൊണ്ട് സുഖം കേട്ടോ. ഞങ്ങളുടെ സ്ഥലത്താ ചെങ്ങി കുറച്ചൊക്കെ ഉണ്ട്. 3 കിലോമീറ്റർ നടക്കണം. അതിന് ബസ്സും ഇല്ല. അവിടെയുള്ള കുട്ടികളൊക്കെ നടന്നു വരിക കേട്ടോ. ഇവിടെ കൊണ്ട് സ്കൂൾക്ക് പോയ സുഖമാണ്. മദ്രസയ്ക്ക് അങ്ങോട്ട് 3 കിലോമീറ്റർ നടന്ന് പോകും വേണം. മദ്രസ അവിടെ, സ്കൂൾ ഇവിടെയായി. മദ്രസ എടുത്തു, സ്കൂൾ ദൂരല്ലേ ഉണ്ടാകുക. ഞാനൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഒക്കെ അങ്ങനെയായിരുന്നു. മദ്രസ എടുത്തു, സ്കൂൾ ദൂരം. അപ്പോൾ മക്കൾക്ക് ഇതിപ്പോൾ ഞങ്ങളിരിക്കണ കെട്ടിടട്ടോ ആകെ വെക്കാനായിക്കണു. പണ്ടത്തെ കാലത്തെ കെട്ടിടാ തോന്നുന്നുണ്ടോ. കുറേ ഭാഗം വീണിക്കണു. ഇതിൻ്റെ ഉള്ളിൽ കടന്നിറങ്ങാൻ പേടിയാട്ടോ. രാത്രിയായിട്ട് പൊട്ടിച്ചാടോ വെച്ചിട്ട്. പിന്നെ ഇവിടെ മുന്നിൽ സിമെൻറ്റിൻ്റെ കട കേട്ടോ. ഇത് പന്തലിൻ്റെ ഉണ്ട്. പന്തലിൻ്റെ കസേരയും ടേബിളൊക്കെ ഉള്ളതുണ്ട്. പിന്നെ സിമെൻറ്റും കട അതാട്ടോ. ഇവിടെ കോണിയുണ്ട്. കോണിൻ്റെ അടിയൊക്കെ ഫുള്ള് പൊട്ടിച്ചാടിക്കും. ഒരു ഭാഗത്ത് കോണി വെച്ചിരിക്കുക മേലെ കയറാനേ. കോണിൻ്റെ ഒക്കെ കമ്പി ഇങ്ങനെ 2 സൈഡിലും കമ്പി ഇങ്ങനെ കാണാണ്ട്. എനിക്ക് പേടി അതിൻ്റെ ഉള്ളിൽ കാണും. ഞാൻ രാത്രിക്ക് ഇങ്ങനെ കിടക്കുമ്പോൾ വിചാരിക്കും ഒക്കെപ്പാടെ തലയിൽ കൂടെ പൊട്ടും. ഇപ്പോൾ കോഴിക്കോട് അവിടെ ഉണ്ടായില്ലേ ബിൽഡിങ് പൊട്ടിച്ചാറ്റ് 3-4 മരിക്കുക. അത് കേട്ടപ്പോൾ ഒക്കെ പേടിയാ. എപ്പോഴാ പൊട്ടിച്ചാടാണ് ആകെ തരിപ്പണായിക്കണം. പിന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ഉള്ളിലൊന്നും തേച്ച് പെയിൻ്റൊക്കെ ആയിട്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ബിൽഡിങ് പഴയതാണ്. പെയിൻ്റ് അടിച്ചാൽ പിന്നെ അങ്ങനെ അറിയില്ലല്ലോ. പിന്നെ എന്ത് മുറ്റം ഭാഗം ഇവിടെ എന്ത് വെയില. ഞാൻ മോളങ്ങനെ ആക്കാൻ പോയിട്ട് പിന്നെ ഇങ്ങനെ അദ്ദേഹം നടന്നു നോക്കിയതാ. ഈ സമയത്തൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇനിയിപ്പോൾ പുറത്തേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. ഇനിയിപ്പോൾ ഞാൻ മലബാറിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുത്തിരുന്നിട്ടേ നോമ്പ് കണ്ട് തറടണം വിചാരിച്ചതല്ലേ.